Assalamualaikum. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ തവ പുലാവ് റെസിപ്പി ആയിട്ടാണ്. ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ തവ പുലാവാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റൈസ് ഡിഷാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ട് എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാറില്ല. വീക്ക്ലി വൺസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി നല്ല സ്മെല്ല് വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച 1 ടേബിൾ സ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക്കും ഒരു 3 പച്ചമുളകും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചക്കുത്ത് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് 2-3 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 1.5 കപ്പ് ബസ്മതി റൈസ് നല്ലപോലെ കഴുകിയെടുത്ത് അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. റൈസിന് വേണ്ട വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഉരുളക്കിഴങ്ങ് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു ക്യാരറ്റും 1/2 കപ്പ് ഗ്രീൻ പീസും ഒരു ചെറിയ കാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച് 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. തക്കാളിയാണ് ഇതിന് അധികം ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നല്ലപോലെ കുക്കായി വരണം. 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. റൈസിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. റൈസ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, ഗീ റൈസിൻ്റെ അരിയും എടുക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക ബസ്മതിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. റൈസ് ഒരു 85% കുക്കായി വന്നാൽ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കസൂരി മെത്തി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാലയും
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തത്. പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് നല്ലൊരു ഫ്ലേവർ വരും. ഈ സമയം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇനി വെജിറ്റബിൾ മിക്സിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച് റൈസ് കുറച്ച് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്യരുത്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. റൈസ് കുറച്ചായിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ഡിഷാണിത്. എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.